BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുൻ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നുള്ള യാത്ര വൈകിയ സംഭവത്തിൽ കർശന നടപടിയുമായി സർക്കാർ. സംഭവത്തിൽ വീഴ്ച വരുത്തിയ കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഏകോപനത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് യാത്ര തടസ്സപ്പെടാൻ കാരണമായതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് അടിയന്തര നടപടി എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രോട്ടോകോൾ ചുമതല വഹിച്ചിരുന്ന ശ്രീകുമാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി അഡീഷണൽ റെസിഡന്റ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. പ്രോട്ടോകോൾ ഓഫീസറും വിമാന കമ്പനി അധികൃതരും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ആശയവിനിമയത്തിൽ പാളിച്ചയുണ്ടായതാണ് പ്രധാന പ്രശ്നമായത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂൺ 27 ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്ന് 2:50 വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പോകാനായിരുന്നു പിണറായി വിജയൻ വിമാനത്താവളത്തിലെത്തിയത്. എന്നാൽ VIP ലോഞ്ചിൽ ഇരുന്ന പിണറായി വിജയനെ വിമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വിമാന കമ്പനി അധികൃതർ കൃത്യസമയത്ത് എത്താതെ ഇരുന്നതായിരുന്നു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചത്. ഏകോപന പിഴവ് മൂലം പിണറായി വിജയൻ വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരികയും യാത്ര വൈകുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു വിമാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത്. പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അനാസ്ഥ ഉന്നത തലത്തിൽ വലിയ ഗൗരവത്തോടെ ഏറ്റെടുത്ത് പരിശോധന നടത്തുമെന്ന് സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ ഓഫീസറുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് വിവരം. സാധാരണയായി VIP യാത്രകൾ ഏകോപിപ്പിക്കുന്നത് പ്രോട്ടോകോൾ വിഭാഗമാണ്. പിണറായിക്ക് VIP പരിഗണന ലഭിക്കാത്തതിൽ വിമാന കമ്പനിയുമായുള്ള ആശയവിനിമയത്തിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.